ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വാദം. ഇതിനായി ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിക്കും. മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകണം എന്ന് ചീഫ് ജസ്റ്റിസ് കക്ഷികൾക്ക് നിർദ്ദേശം നൽകി. പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്രം പിന്തുണച്ചു. ഹർജികളെ ഇതുവരെ എതിർത്തെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ പരിഗണിക്കാനുള്ള 9-അംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കും. ഭരണഘടനാ വിശാല ബെഞ്ച് ഹർജികൾ തരം തിരിച്ച് പരിഗണിക്കും. ഏപ്രിൽ 7 മുതൽ 22 വരെയാണ് വാദം. പുനഃപരിശോധനാ ഹർജിക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും വാദം ഏപ്രിൽ 7 മുതൽ 9 വരെയാകും. 14 മുതൽ 16 വരെ എതിർക്കുന്നവരുടെ വാദം കേൾക്കും. സോഫാർ എന്ന് പറയുമ്പോൾ ഇനി എന്തെങ്കിലും മാറ്റം ഇനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ റിട്ടേൺ സബ്മിഷൻ വരുന്ന സമയത്ത് ആ മാറ്റം അവിടെ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എഴുതി നൽകുന്നതിൽ നിന്നും പിന്നീട് വ്യതിചലിക്കുവാൻ കഴിയില്ല. അപ്പം ദേ വിൽ ബി ബൗണ്ട് ബൈ റിട്ടേൺ സബ്മിഷൻ. മാർച്ച് 14 മുമ്പ് ആ നിലപാട് ശക്തമായും വ്യക്തമായിട്ടും എടുക്കുവാൻ സർക്കാർ നിർബന്ധിതരാകും. ഏപ്രിൽ 21 അധിക വാദമുണ്ടെങ്കിൽ സമർപ്പിക്കാം. ആമിക്കസ് ക്യൂറിയായ കെ പരമേശ്വരന് 21 വാദങ്ങൾ ഉന്നയിക്കാം. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകാം. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇതുവരെ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തു എന്നായിരുന്നു കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ റിവ്യൂ പെറ്റീഷനെ എതിർക്കുന്ന ഒരു നിലപാട്, സോഫാർ എന്ന് പറയുന്ന ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അമിക്കസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് നിലപാട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുക. സ്ത്രീകളുടെ വ്യക്തിസ്വാതന്ത്ര്യവും മതാചാരവുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങളാണ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിലുള്ളത്. 67 ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് 6 വർഷത്തിനു ശേഷം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിച്ചത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.